ഇസ്രായേൽ സുരക്ഷാ മന്ത്രിയെ അമേരിക്കയിൽ എറിഞ്ഞോടിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നാഷണൽ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗിനാണ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ എത്തിയത്. അതിനോടനുബന്ധിച്ച് പാലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭകാരികൾക്കിടയിൽ ഇദ്ദേഹം പെട്ടു എന്ന് പറയുന്നു. അതോടനുബന്ധിച്ച് ബോട്ടലുകൾ എറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആ പ്രദേശത്തു നിന്ന് ഓടിച്ചു. സുരക്ഷാ വലയം തീർത്തുകൊണ്ട് സൈനികരാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് എന്ന തരത്തിലും ഇസ്രായേലിൻ്റെ മന്ത്രിമാർ അമേരിക്കയിൽ പോലും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് പിന്നീട് ഒരു പത്രക്കുറിപ്പിൽ ഇസ്രായേലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് വന്നതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. ഇത് വലിയ രീതിയിലുള്ള ചർച്ച ഇസ്രായേലിൻ്റെ മാധ്യമങ്ങളും മീഡിയകളും നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്ക നൽകിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തിയ രാജ്യങ്ങളൊന്ന് അമേരിക്കയാണ്. എന്നാൽ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വലിയ സൗഹൃദ രാജ്യമാണ്. ഏകദേശം ഒരു 30% പറയുന്നുണ്ട് അമേരിക്കയും ജൂത വിഭാഗവും തമ്മിൽ ഇരട്ട പൗരത്വമുണ്ട്. രണ്ട് രാജ്യത്തും വോട്ടവകാശമുള്ള വിഭാഗമാണ്. അത്ര വലിയ സൗഹൃദ ബന്ധമാണ്. സാധാരണഗതിയുടെ സുരക്ഷിതത്വം ഇല്ലാത്ത രീതിയിൽ പോലും ഇസ്രായേലിൻ്റെ മന്ത്രിക്ക് അമേരിക്കയിലൂടെ നടക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ആ സാഹചര്യങ്ങൾ മാറി. ഇന്ന് മന്ത്രിക്ക് പോലും സുരക്ഷയില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്.